ഹായ് എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. കത്തിരിക്ക വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തമിഴ്നാട് സ്റ്റൈലുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിനവർ എണ്ണ കത്തിരിക്കായി എന്നാണ് പറയുക. പക്ഷേ അതിൽ അവർ നിറച്ചും എണ്ണ ഉപയോഗിക്കും. നമ്മൾ അത്രയും എണ്ണ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് ഏകദേശം അതേ രീതിക്കൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പൊന്നിയരി ചോറിനും പിന്നെ ചപ്പാത്തിക്കും പത്തിരിക്ക് ദോശയ്ക്ക് അതൊക്കെ പൂരിക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം നമുക്കത് എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളതിൽ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കത്തിരിക്ക ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു 1.5 ടീസ്പൂണാണ്. അത് ഞാൻ പിന്നെ ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഇല്ലെങ്കിൽ ചെറിയുള്ളി ആയാലും മതി. ഇനി നമുക്കതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പക്ഷെ ഉപ്പ് ചേർക്കുമ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കത്തിരിക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഉള്ളിയുടെ കൂടെ. അതിലേക്ക് തന്നെ നമുക്ക് ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതേപോലെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ വെള്ളം ചേർക്കില്ല. വെള്ളം ചേർക്കാതെ എണ്ണയിൽ തന്നെയാണ് വേവിക്കുക. പക്ഷെ നമ്മൾ അധികം എണ്ണ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കത്തിരിക്കയിൽ തന്നെയുള്ള ഇറങ്ങിയ വെള്ളത്തിലാണ് അത് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ആ മല്ലിയുടെ മണമൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങുന്നിടം വരെ ഒന്ന് എടുക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി ഇഷ്ടമില്ലെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. അപ്പോൾ വാച്ചിങ്, ബൈ.